യൂണിറ്റ് കോസ്റ്റിംഗിലെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനിലെ രണ്ടാമത്തെ എക്സാമ്പിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: പ്രിപ്പയർ ദ കോസ്റ്റ് ഷീറ്റ് ടു ഷോ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ബൈ എ കമ്പനി ഫോർ ദ മന്ത് ഓഫ് നവംബർ 2020. Also find out the cost of sale. താഴെ തന്നിട്ടുള്ളത് നവംബർ മാസത്തിൽ ഒരു കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആകെ എക്സ്പെൻസുകളാണ്. അതിൽ ആ തന്ന എക്സ്പെൻസുകൾ ഉപയോഗിച്ചിട്ട് കോസ്റ്റ് പെർ യൂണിറ്റും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എത്രയാണ് എന്നുള്ളതാണ് നമ്മളോടിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് ഐറ്റം തന്നിട്ടുള്ളത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 1/11/2020, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണത് 3000. റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് 28,000. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 30/11/2020, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 4,500. മാനുഫാക്ചറിംഗ് വേജസ് 7,000. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 1,500. ഫാക്ടറി റെന്റ് ആൻഡ് റേറ്റ്സ് 3,000. ഓഫീസ് റെന്റ് 500. ജനറൽ എക്സ്പെൻസസ് 400. അഡ്വർടൈസ്മെന്റ് 600. ഇൻകം ടാക്സ് പെയ്ഡ് 2,000. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. തന്നെ ഇതില് നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറഞ്ഞ ഐറ്റം തന്നിട്ടില്ല. പക്ഷെ അതിനു പകരം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഈ 3 ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഈ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. മറ്റ് ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. അതായത് ക്യാരേജ് ഇൻവേർഡ്, മെറ്റീരിയൽ റിട്ടേൺഡ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒന്നും ഇവിടെ തരാത്തത് കൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതിൽ മാനുഫാക്ചറിംഗ് വേജസ്, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ പ്രൈം കോസ്റ്റിലാണ് മാനുഫാക്ചറിംഗ് വേജസ് നമ്മൾ കാണിക്കേണ്ടത്. ദെൻ അടുത്തത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് പറഞ്ഞ ഐറ്റം ഫാക്ടറി റിലേറ്റഡ് ഐറ്റം ആണ്. നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സിലാണ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് കാണിക്കുക. ഫാക്ടറി റെന്റ് ആൻഡ് റേറ്റ്സ് നമ്മളത് ഫാക്ടറി ഓവർ ഹെഡ്സിൽ കാണിക്കും. ദെൻ ഓഫീസ് റെന്റ്. ഓഫീസ് റെന്റ് എന്ന് പറയുമ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സിൽ വരുന്ന ഐറ്റമാണ് ഓഫീസ് റെന്റ് എന്ന് പറയുന്നത്. ദെൻ ജനറൽ എക്സ്പെൻസസ്. ജനറൽ എക്സ്പെൻസസ് അതിൽ ആ ഒരു നെയിമിൽ തന്നെ പറയുന്നുണ്ട് ജനറൽ എക്സ്പെൻസ് ആണ്, അതായത് ഒരു സ്പെസിഫിക് എക്സ്പെൻസ് അല്ല, ജനറൽ എക്സ്പെൻസുകളാണ്. ജനറൽ എക്സ്പെൻസ് ചില സിറ്റുവേഷനിൽ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കാറുണ്ട്, ചില സിറ്റുവേഷനിൽ എടുക്കാറില്ല. ഇവിടെ നമ്മൾ ജനറൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഐറ്റത്തെ എക്സ്ക്ലൂഡ് ചെയ്യാണ്, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഐറ്റംസ് വിച്ച് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നേച്ചറിൽ വരുന്ന ഐറ്റം ആണ് ഇത് ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ നമ്മൾ അതിവിടെ എക്സ്ക്ലൂഡ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ എടുക്കും. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ആസ് ജനറൽ എക്സ്പെൻസസ് ഇൻകം ടാക്സ് പെയ്ഡും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ വരുന്നതാണ് ഐറ്റംസ് വിച്ച് ആർ നോട്ട് കൺസിഡേർഡ് വൈൽ പ്രിപ്പയറിംഗ് കോസ്റ്റ് ഷീറ്റ്. അതിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന ഐറ്റം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അത്തരം പോയിന്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഇത്രയും അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മളിത് ഈ ഒരു കോസ്റ്റ് റിലേറ്റഡ് ഐറ്റംസ് ഓരോ ഹെഡ്സിൽ നമ്മൾ കാണിക്കേണ്ടത്. ദെൻ അവിടെ നമുക്ക് പിന്നീട് തന്നിട്ടുള്ളത് ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് നവംബർ 2020 വാസ് 3,000. നവംബർ 2020 ആകെ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് 3,000 യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ള കോസ്റ്റ് 3,000 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ സ്ഥാപനത്തിന് നവംബർ എന്ന് പറഞ്ഞ മന്തിൽ വന്നിട്ടുള്ള കോസ്റ്റ് ഡാറ്റാസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞ പോലെ ഓരോ ഹെഡ്സിലുമായിട്ട് കൺസിഡർ ചെയ്യാം.
കോസ്റ്റ് ഷീറ്റ്, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു ടോട്ടൽ എമൗണ്ട് കോളം, ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കോളം. ഈ രീതിയിൽ നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ദെൻ അതിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 3000, അതിനോടുകൂടി പർച്ചേസസ് ആഡ് ചെയ്യാം. 28,000 പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 31,000 കിട്ടും. ദെൻ അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്യാം. 4,500 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 26,500 എന്ന് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ 8.83 എന്ന് വരും. അതായത് 26,500നെ ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, ഇവിടെ ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3,000 യൂണിറ്റ് ആണ്. അപ്പോൾ ആ 3,000 കൊണ്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ ഓരോന്നിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ അവിടെ വരുന്ന ഐറ്റം ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വേജസ്. ദെൻ അത് നമുക്ക് തന്നിട്ടുണ്ട് 7,000, അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 2.33 വരും. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രൈം കോസ്റ്റ് 33,500 നമുക്ക് അവിടെ പ്രൈം കോസ്റ്റ് കിട്ടുന്നുണ്ട്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ അഗൈൻ നമ്മൾ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 1,500 തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാക്ടറി റെന്റ് 3,000 തന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ഫാക്ടറി ഓവർഹെഡ്സ് ആയിട്ട് നമുക്ക് തന്ന ഭാഗങ്ങളിൽ വന്നിട്ടുള്ളത്. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാം. ഇത് പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്യാം. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും 38,000 പെർ യൂണിറ്റ് പറയുമ്പോൾ 12.66. ദെൻ ഫാക്ടറി കോസ്റ്റിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ഫാക്ടറി കോസ്റ്റിനോട് കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സിൽ നമുക്ക് ആകെ ഒരു ഐറ്റം ആണ് തന്നിട്ടുള്ളൂ, ഓഫീസ് റെന്റ് എന്ന് പറയുന്ന ഐറ്റം 500 നമ്മൾ ആഡ് ചെയ്യാം. ഫാക്ടറി കോസ്റ്റിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇറ്റ് വാസ് 38,500 നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നമ്മൾ അതിനോട് കൂടി ആഡ് ചെയ്യാം. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അതിനോട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ദിസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽ. കോസ്റ്റ് ഓഫ് സെയിൽ നമുക്ക് കിട്ടി 39,100 നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. ഇത്രയാണ് ഈ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനുമായിട്ട് വരുന്നത്. ഓക്കെ.